പിന്നെ ഇവിടെ നിന്ന് പോകും. റിയലി സോറി. ഇല്ല ജിയ, നിന്റെ സന്തോഷമാണ് എനിക്കെല്ലാം. നിന്റെ ഒരു പുഞ്ചിരിക്കായി എന്റെ സേവനങ്ങൾ എപ്പോഴും സൗജന്യ. പക്ഷെ തെറ്റ് എന്റേതാ. മുഴുവൻ സത്യവും ഞാൻ നിന്നോട് പറഞ്ഞില്ല. ഒരു മനുഷ്യൻ എന്നെ പോലെ വിജയത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലേക്ക് എത്തുമ്പോൾ എന്തിലെ വിജയം? ഭിക്ഷ ചോദിക്കുന്നതിലെ വിജയമോ? എനിക്ക് അപാരമായ സമ്പത്തും അധികാരവും ഉണ്ടായിരുന്നിട്ടും ഞാൻ വളരെ ഏകാഗിയായിരുന്നു. ജോലിയിൽ മുഴുകി ഞാൻ യഥാർത്ഥ സുഹൃത്തുക്കളെ പോലും നഷ്ടപ്പെടുത്തി. എല്ലാവർക്കും വേണ്ടിയിരുന്നത് എന്റെ പണവും അധികാരവും സ്ഥാനവുമായിരുന്നു. പക്ഷെ എന്റെ മനസ്സിനെ സ്നേഹിച്ച ഒരാള് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ജിയ, എല്ലാവരും എന്നെ മോശമായി കണ്ടപ്പോഴും നീ എന്റെ നിഴൽ പോലെ എന്റെ കൂടെ നിന്നു. നിന്റെ പോലെ ഒരു മനസ്സുള്ള പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭിക്ഷക്കാരന്റെ വേഷം ധരിച്ചത്. എല്ലാവരും നിന്റെ ഭിക്ഷ ചോദിക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സിനിമ ഡയലോഗൊക്കെ നിർത്ത്. എന്റെ സഹോദരിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിർത്ത്. ജിയ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിലൊക്കെ നിന്നെ വലിച്ചഴിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഒരു കാര്യം ചെയ്യും, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞോളൂ പ്ലീസ്. ജിയ, നിന്റെ സ്വപ്നങ്ങളിൽ നീ സ്നേഹിച്ച ആ മനുഷ്യൻ മതി. അകത്ത് വാ. ഈ ഭിക്ഷക്കാരനെ ഞാൻ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കും. വാ. മോം, 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 മോം. ജിയ, ജിയ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവൻ ഇത്രയും നേരിട്ട് ഓരോ പൊട്ടത്തരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാരും അതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയാണോ? ഇവൻ ഇത്രയും പേടിയാണോ? ജിയ, നീ അകത്തേക്ക് പോ. ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം. ആരെങ്കിലും ഇദ്ദേഹത്തെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാ ഞാനും ഇദ്ദേഹത്തിന്റെ കൂടെ പോകും. ഇന്ന് ഇവനെ ഞാൻ ശരിയാക്കും. ഇവൻ എത്ര ധൈര്യമുണ്ട് എന്റെ ഏരിയയിൽ വന്ന് എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ. ഇത് ജിയയുടെ വീടാ. പിന്നെ നീ എന്തിനാ ഇവിടെ തെരുവ് നായയെ പോലെ കുരച്ചുകൊണ്ടിരിക്കുന്നേ? ജയരാജ്, എന്താ നീ ചെയ്യുന്നത്? എന്റെ കാറിൽ കൈവച്ചതാരാ? വരുൺ അഹൂജയുടെ കാറിൽ തൊടാൻ ധൈര്യം കാണിച്ചത് ആരാണ്? വരുൺ ഭയ്യ, ഇവനാണ്. ആദ്യം നിങ്ങളുടെ കാറിന്റെ ലോക്ക് ഇവൻ പിന്നെ വെച്ച് തുറന്നു. പിന്നെ അകത്ത് കയറി വയറുകളൊക്കെ പൊട്ടിച്ച് കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തെടുത്തു. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഈ വലിയ കള്ളൻ നിങ്ങളുടെ കാർ മോഷ്ടിച്ചു കൊണ്ടുപോയേനെ. എന്റെ കാറിൽ കൈവയ്ക്കാൻ മാത്രം ധൈര്യം നിനക്കുണ്ടോ? സത്യം സത്യം പോലെ പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ നേരെ ജയിലിലാക്കി. സർ, ഇയാൾ പറയുന്നത് കള്ളമാണ്. ഇഷാൻ നിങ്ങളുടെ കാറ് തകർക്കപ്പെടാതിരിക്കാൻ രക്ഷിച്ചതാണ്. ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മോം, നിങ്ങളെങ്കിലും എന്തെങ്കിലും പറ. വരുൺ ഭയ്യയുടെ കാറിന് ഒന്നും ചെയ്യരുതെന്ന് ആ ഗുണ്ടകളുടെ കാല് പിടിച്ച് അപേക്ഷിച്ചത് നിങ്ങൾ തന്നെയല്ലേ? അല്ലെങ്കിൽ കുറ്റം നിങ്ങളുടെ മേലാകുമെന്ന് പറഞ്ഞില്ലേ? ഇനിയെങ്കിലും സത്യം പറ. അതെ. എന്താ ജിയ നീ പറയുന്നത്? വരുൺ ഭയ്യ അങ്ങനെയൊന്നുമല്ല. ഇവൻ പറയുന്നതിൽ ഒരു തരി സത്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പേര് മിണ്ടാതെ നിൽക്കുമായിരുന്നോ? അതൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കാറ് മോഷ്ടിക്കാൻ നോക്കിയതാണല്ലോ നീ. നോക്ക്, നിന്റെ പഴയ ആ വില കുറഞ്ഞ കാറ് മോഷ്ടിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എന്താ പറഞ്ഞത്? നിനക്ക് ഇത്രയും ധൈര്യോ, ഇത്രയും അഹങ്കാരോ? ഞാൻ പറഞ്ഞത് സത്യ. ഞാൻ എന്തിനാണ് കാറ് മോഷ്ടിക്കുന്നത്? എനിക്ക് സ്വന്തമായ ഒരു കാർ ഫാക്ടറി തന്നെയുണ്ട്. വരുൺ ഭയ്യ, ഇയാളൊരു ഭിക്ഷക്കാരനാ.
അതിനു മുകളിൽ നല്ലൊരു കള്ളനും. ആദ്യം നിങ്ങളുടെ കാറ് മോഷ്ടിക്കാൻ നോക്കി, ഇപ്പോഴിതാ നിങ്ങളുടെ കാറിനെയും നിങ്ങളുടെ സ്റ്റേറ്റസിനെയും തന്നെ തള്ളി പറയുന്നു. വരുൺ ഭയ്യ എന്തെങ്കിലും ചെയ്യ്. സാറ് പറയുന്നത് സത്യം. ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ്. ഷേർലി, ഞാൻ ഓർഡർ ചെയ്ത എല്ലാ വാഹനങ്ങളും എവിടെ എത്തിയെന്ന് ചെക്ക് ചെയ്യും. ഷുവർ സർ. എടാ മണ്ട, പിന്നോട്ട് എണ്ണാൻ അറിയോ നിനക്ക്? സ്റ്റാർട്ട്. 3, 2, 1. സർ, കാറുകൾ എത്തിക്കഴിഞ്ഞു. അയ്യോ, ഇത്രയും വലിയ കാറുകളോ? ഏതോ വലിയ VIP വന്നതുപോലെയുണ്ട്. രാജീവ് ആരെയോ വലിയ ആളെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നും കണ്ടാലും ഇവര് വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ എല്ലാ നിറങ്ങളിലുള്ള കാറുകളും ഞങ്ങളുടെ കാർ ഫാക്ടറിയിൽ നിന്നുള്ളതാണ്. ഇത്രയും വലിയ ആളിന് നിങ്ങളുടെ കാർ മോഷ്ടിക്കേണ്ട ഒരാവശ്യമില്ല. ബേബി, ഇതെങ്ങനെ സാധിക്കും? ഇന്ന് രാവിലെ വരെ ഭിക്ഷ ചോദിച്ച് നടന്ന ആളല്ലേ, പെട്ടെന്ന് കാർക്കിംഗ് ആയോ? അതെങ്ങനെ? ബേബി, ഇതിലെന്തോ വലിയ കളിയുണ്ട്. പ്രശ്നമില്ല. ഇന്നത്തെ കാലത്ത് പേഴ്സണൽ അസിസ്റ്റന്റിനെയും ലക്ഷറി കാറിനെയും വാടകയ്ക്ക് കിട്ടും. അതൊന്നും ഒരു കാര്യമില്ല. അതെ, ഞാനും അത് ആലോചിച്ചത്. ഫേക്ക് ബോയ് ഫ്രണ്ടിനെ വരെ വാടകയ്ക്ക് എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇവള്. അപ്പോ ഇതിന്റെ പിന്നിലെ മാസ്റ്റർ മൈൻഡ് ഇവളായിരിക്കും. ഈ ഫേക്ക് കാറുകളും ഈ ഫേക്ക് സെക്രട്ടറിയെയും എല്ലാം ആരെങ്കിലും കാശ് കൊടുത്ത് ഒരുക്കിയതായിരിക്കും. ജയരാജ്, നിങ്ങളെപ്പോലെ ഇത്രയും തരം താണ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തരം താണവനാണ്, നീയും തരം താണവളാണ്. നിന്റെ ഈ ഭിക്ഷക്കാരനും തരം താണവനാണ്. നിങ്ങളെപ്പോലെയുള്ള ചെറിയ ആളുകൾക്ക് ഞങ്ങളെപ്പോലെയുള്ള വലിയ ആളുകളുടെ ഇടയിൽ സംസാരിക്കാൻ പോലും യോഗ്യതയില്ല. പറയ്, എത്ര രൂപയ്ക്കാ നിന്നെ വാങ്ങിയത്? ഈ ഭിക്ഷക്കാരൻ എത്ര കൊടുത്താ നിന്നെ സ്വന്തമാക്കിയത്? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിന്റെ വലിയ ഹീറോ ആണെന്ന് നീ തന്നെ വിചാരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഒരാണിനെ പോലെ നേരിടാനുള്ള ധൈര്യം നിനക്കില്ലാത്തത്. നീ അതിര് കിടക്കുക. ഞാനൊരു ഫോൺ കോൾ ചെയ്താൽ മതി, ജീവിതകാലം മുഴുവൻ നീ ജയിലിൽ കിടന്ന് ചീഞ്ഞു പോകും. കഴിവില്ലാത്ത നാണം കെട്ടവൻ. ഈ നാടകം നിർത്ത്. നിങ്ങളുടെ ഡ്രാമയുമായി എനിക്കൊരു ബന്ധവുമില്ല. ആ കാറിന്റെ രജിസ്ട്രേഷൻ പേപ്പേഴ്സ് കാണിക്കുക. അതെ, കാണിക്കടാ. ഭിക്ഷക്കാരന്റെ പേരിലുള്ള കാർ എങ്ങനെയുണ്ടെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. ഇതാ രജിസ്ട്രേഷൻ പേപ്പേഴ്സ്. പേപ്പേഴ്സ് ശരിയാ, ഇവന്റെ പേരിലാണ്. അയ്യോ വരുൺ ഭയ്യ, അത് ഫേക്ക് ആയിരിക്കും. റോഡിൽ എത്ര ഫേക്ക് നോട്ടറിമാരെ വേണമെങ്കിലും കിട്ടും. ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. ഇതൊക്കെ തട്ടിപ്പാന്നേ. ഇവൻ എന്റെ അനിയത്തിയുടെ മേലെ എന്തോ മന്ത്രവാദം ചെയ്തിട്ടുണ്ടാവും. അല്ല, ഈ റെന്റൽ കാറുകൾക്ക് ദിവസ വാടക എത്രയാ? ഞങ്ങൾക്കും ഒരെണ്ണം ട്രൈ ചെയ്യാലോ. ഇവയെല്ലാം പുതിയ മോഡൽസ് ആണ്. പുതിയ ലോസ്ല EV മോഡൽ വന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. ഞാൻ എന്തിനാ കാറ് മോഷ്ടിക്കുന്നത്? എനിക്ക് സ്വന്തമായ ഒരു കാർ ഫാക്ടറി ഉണ്ട്. എന്റെ പേര് ഇഷാൻ അസ്രാണി. ഐ ആം സോറി, എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞു? ഇത് 4ാമത്തെ തവണയാണ് ഞാൻ പറയുന്നത്. എന്റെ പേര് ഇഷാൻ അസ്രാണി, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് അസ്രാണി ഇൻഡസ്ട്രീസ് ആൻഡ് കോർപ്പറേഷൻ. ഇവൻ ആരാന്നേ ഞാൻ പറയാം. ഇവൻ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഞങ്ങൾ ഒരേ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഇവന്റെ അച്ഛനെ എന്റെ അച്ഛന്റെ കടയുള്ള തെരുവില് ചെരുപ്പ് പോളിഷ് ചെയ്തിരുന്ന ആളാ. അങ്ങനെയുള്ളവൻ എങ്ങനെയാ അസ്രാണി ഇൻഡസ്ട്രീസിന്റെ ഓണർ ആവുന്നത്? ഇവന്റെ അച്ഛൻ മരിച്ചപ്പോ ഇവന്റെ അമ്മയ്ക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പോലും പണം ഉണ്ടായിരുന്നില്ല. ഫീസ് പോട്ടെ, ഇവന് ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലായിരുന്നു. പല ദിവസവും ഭക്ഷണം കൊടുത്തിരുന്നതേ ഞാനാ. ദാരിദ്ര്യം കാരണം ഇവന്റെ അമ്മ പോലും ഇവനെ ഉപേക്ഷിച്ചു. എന്നിട്ട് ഇപ്പൊ പറയാ
ഞാനാണ് അസ്രാണി കമ്പനിയുടെ CEO. പറയ്, ആരെങ്കിലും ഇത് വിശ്വസിക്കോ? ഇപ്പോഴും സമയമുണ്ട്. സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ ഈ തട്ടിപ്പ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. അവർ നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ജീവിതം മുഴുവൻ ചതച്ചരയ്ക്കും. ഇത്രയും നേരം വരെ ഞാൻ മാന്യമായിട്ട് സംസാരിച്ചത്. പക്ഷെ ഇനി നിനക്ക് നിന്റെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു തരുന്ന സമയമായിട്ടുണ്ട്. ഒരിക്കലും നീ എനിക്ക് നിന്റെ ടിഫിൻ പങ്കുവെച്ചത് ഓർത്താണ് ഞാൻ നിനക്ക് ഇത്രയും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽസ് വാങ്ങി തന്നത്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു പണം വന്നാൽ മനസാക്ഷി വരെ വിറ്റ് കളയുന്ന ആളാണ് നീയെന്ന്. ഭിക്ഷ ചോദിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് മാവ് വാങ്ങാൻ പോലും കഴിയാത്ത ഒരാള് റിയൽ എസ്റ്റേറ്റ് ഡീൽ വാങ്ങി തരുമോ? ഇവൻ വെറുതെ വാചകം അടിക്കുക. ഇവൻ എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ വലിയ ഡയലോഗ് അടിക്കുന്നത്. ബേബ്, ഡോണ്ട് ടേക്ക് ഹിം സീരിയസ്ലി. ഇവനൊരു ജോക്കറാണ്. ജോക്കർ. ഞാൻ ജോക്കറാണല്ലേ? ശരി, ഒന്ന് നിൽക്ക്, ഇപ്പൊ കാണിച്ചു തരാം. ഇവനാണ് ഇഷാൻ അസ്രാണി എന്ന് അവൻ എങ്ങനെ തെളിയിക്കും? കേൾക്കൂ, ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.